ഒരു ചെറിയ കാര്യം പറയണേ, ഇവിടെ വന്ന് വരുന്ന ആൾക്കാർക്ക് അറ്റ്ലീസ്റ്റ് ഒരു ബാത്റൂം ഫെസിലിറ്റി ഇന്ന് വരും ഇവിടെ ഈ ഭരിച്ച ആൾക്കാർക്കൊന്നും. എന്താ നമുക്കൊരു ബാത്റൂം ഇല്ലാതെ? ഞാൻ പറഞ്ഞല്ലോ 75 ലക്ഷം രൂപയുടെ ഒരു പ്രപ്പോസൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അത് ഇറിഗേഷന്റെ ഒരു അനുമതി കിട്ടുന്നതിന് വേണ്ടി കാലതാമസം ഉണ്ടായിരുന്നു. അതിപ്പോൾ അനുമതി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത സമയത്താണ് അനുമതി കിട്ടിയിട്ടുള്ളത്. എന്തായാലും നടപ്പിലാക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് വാക്കാണ് ഇത്. പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്യാരണ്ടി. ഇവിടെ നടന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനപ്രതിനിധികൾ നടത്തിയതാണ്. അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെയാണ് പറയുന്നത്. എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ വടക്കായി തരിക്കാതെ എന്ത് പറഞ്ഞാലും അത് ഞങ്ങളാണ്. അത് ഇവിടെ എന്നല്ല, നിങ്ങൾ കേരളത്തിലെ എല്ലായിടത്തും ശ്രദ്ധിച്ചോ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം ഇവിടെ ഇത് ഭരണം നിലവിൽ വന്ന മുതൽ ഈ ഒരു പഞ്ചായത്ത് ഭരിക്കുന്നത് LDF ആണ്. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇത്ര പോരാ. 6 വർഷം പോരാ. അല്ല, 5 വർഷം TN പ്രതാപൻ MP ആയിരുന്നു. എന്ത് ചെയ്തു? ഈ പുള്ളിന് വേണ്ടി, ഈ നാടിന് വേണ്ടി എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. 6 വർഷം വാർഡ് മെമ്പറും കോൺഗ്രസിന്റെ ആയിരുന്നു. ഞാൻ NTC മില്ലിൽ ജോലി ചെയ്യുന്ന ആളാ. കേരളലക്ഷ്മി, ആമ്പല്ലൂർ, അളകപ്പ, കൊല്ലം പാർവതി, തിരുവനന്തപുരം വിജയമോഹിനി. ഇവിടെ തൃശ്ശൂരിൽ TN പ്രതാപൻ MP ആയിട്ട് വന്നിട്ട് കേരളലക്ഷ്മി മിൽസ് പുല്ലഴി എന്ന് പറയുന്ന സ്ഥാപനം തുറക്കാൻ ഒരു നടപടി പോലും ഇന്ന്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചേട്ടൻ പറഞ്ഞതുപോലെ, അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഗ്യാരണ്ടി വന്നു കഴിഞ്ഞിരിക്കുന്നു. അതായത് ഈ പുള്ളിൽ ഒരു ടോയ്ലറ്റ് സമുച്ചയം മിനിമം ഉണ്ടാവും. അപ്പോൾ ടൂറിസം വികസനത്തിനുള്ള ഒരു സർക്യൂട്ട് 75 ലക്ഷം രൂപയുടെ പരിപാടി വരാൻ പോവാണ്. അപ്പോൾ ഇനി നമ്മൾ വരുമ്പോൾ ആ കാഴ്ചകൾ വേറെ ആയിരിക്കും. വേറൊരു പുള്ളായിരിക്കും. പഴയ പുള്ളായിരിക്കത്തില്ല. ഇത് നമ്മളുടെ മുമ്പിൽ, ചാനലിന് മുമ്പിൽ കൊടുത്തിരിക്കുന്ന ഉറപ്പായിട്ടോ പഞ്ചായത്ത് പ്രസിഡന്റ്. അപ്പോൾ ഉറപ്പ് നമുക്ക് കൈയടിച്ച് പാസ്സാക്കാം. അപ്പോൾ പ്രമേയം പാസ്സാക്കിയിരിക്കുന്നു. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പുള്ളിന് വേണ്ടി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പോലെ ടോയ്ലറ്റ് സമുച്ചയം അടക്കം നമ്മൾ നടപ്പിലാക്കിക്കൊണ്ട് നമ്മളിനി കൊട്ടവഞ്ചിയിലേക്ക് പോകാൻ പോകുന്നു. അതിന്